സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ടു. പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച ഒരു സിനിമ കൂടിയായിരുന്നത്. കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആൻഡ് ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സ്പൈഡർമാനാണ് നമുക്ക് ഈ പടത്തിൽ കാണാൻ പറ്റുക. കുറച്ചുകൂടി ഇമോഷണൽ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പടം ഒട്ടും ബോറടിപ്പിക്കില്ല, സമയം പോകുന്നത് തന്നെ അറിയത്തില്ല, വളരെ എൻഗേജിംഗ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. അതുപോലെ ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അടുത്തിടെ കണ്ട MCU പടങ്ങളിൽ എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഇത് തന്നെയാണ്. നല്ല ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നിയ ഒരു സൂപ്പർ ഹീറോ പടം കൂടിയായിരുന്നു ഇത്. പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാനായിട്ട് ടോം ഹോളണ്ട് കിടുവായിരുന്നു. ഒരു ആക്ടർ എന്ന നിലയിലും ടോം ഹോളണ്ടിന്റെ റേഞ്ചും വളർച്ചയും സിനിമയിൽ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു സ്ഥിരം സൂപ്പർ ഹീറോ എന്നതിനപ്പുറം കുറേയേറെ ഇമോഷൻസ് കൺവേ ചെയ്യാനുള്ള പ്രകടനത്തിന് സാധ്യതയുള്ള ഒരു കഥാപാത്രമായിരുന്നു. അത് നൈസായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. MJ ആയിട്ട് സെൻഡേയ പടത്തിലുണ്ട്. പീറ്റർ പാർക്കറിന്റെ പ്രണയം അവൾ ഓർക്കുന്നില്ല എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് ആ ഒരു ഇമോഷണൽ ആർക്ക് ആ ക്യാരക്ടറിനുണ്ട്. ആ രീതിയിൽ ആ ക്യാരക്ടറിന് പ്രാധാന്യമുണ്ട്. പക്ഷെ ഒരു വലിയ പെർഫോമൻസിനുള്ള സാധ്യത ഉള്ളതായിട്ട് തോന്നിയില്ല. ജേക്കബ് ബാറ്റലിനെ അവതരിപ്പിച്ച നെഡിന്റെ കഥാപാത്രവും ഏകദേശം ഇതുപോലെ തന്നെയാണ്. സെൻഡേക്കാൾ നല്ല റോൾ ഇതിൽ സാഡി സിംഗിനാണെന്ന് പറയാം. സ്ട്രേഞ്ചർ തിങ്സിലെ കുട്ടിയിൽ നിന്നും ഇതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അതും വലിയൊരു ഫിലിമിൽ കിട്ടി എന്നുള്ളത് പുള്ളിക്കാരുടെ കരിയറിലെ തന്നെ വലിയൊരു ബ്രേക്ക് അല്ലെങ്കിൽ റിമാർക്ക് ആയിട്ട് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിഡുവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പീറ്റർ പാർക്കറും ഹാങ്കും തമ്മിലുള്ള ഒരു കെമിസ്ട്രിയും കിടുവായിരുന്നു. VFX കിടലിനാണ്. ഉള്ള ആക്ഷൻ സീനുകളൊക്കെ തന്നെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. സോ ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. കുറച്ചൊരു ഇമോഷണൽ സൈഡിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു പടമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും വർക്കാകുമോ എന്ന കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്.